നമസ്കാരം. രാജ്യ തലസ്ഥാനമായ ജന്തർ മന്ദിറിൽ CJP അതായത് കോക്രോച്ച് ജനതാ പാർട്ടി പ്രവർത്തകർ 35 ദിവസത്തോളം സമരം എന്ന പേരിൽ നടത്തിയ ആഭാസത്തരം നമ്മളെല്ലാവരും കണ്ടതാണ്. അവരെ അനുകൂലിക്കുന്നവർ അതിനെ സമരമെന്നും പ്രതിഷേധമെന്നും വിളിക്കും. പക്ഷേ പൊതുമുതൽ തല്ലിത്തകർക്കുകയും പോലീസുകാരെ ക്രൂരമായി ആക്രമിക്കുകയും പോലീസുകാരുടെ മുഖത്ത് പെപ്പർ സ്പ്രേ അടിക്കുകയും ഒക്കെ ചെയ്യുന്നവരെ സമരം നടത്തുന്നവർ എന്ന് വിശേഷിപ്പിക്കാൻ രാജ്യസ്നേഹമുള്ള ആർക്കും കഴിയില്ല. നിഷ്പക്ഷമായി ചിന്തിക്കുന്നവർക്കും കഴിയില്ല. അവരുടെ പക്ഷം പിടിക്കുന്നവർക്ക് ഒരുപക്ഷെ കഴിഞ്ഞേക്കും അത് സമരമാണെന്നുള്ള കാര്യം. എന്തായാലും 35 ദിവസത്തിന് ശേഷം ആ സമരം അവിടെ അവസാനിച്ചു. നമ്മുടെ ജനാധിപത്യ രാജ്യത്ത് നിയമം അനുശാസിക്കുന്ന രീതിയിൽ സമാധാനപരമായി സമരം ചെയ്യാനുള്ള അവകാശവും സ്വാതന്ത്ര്യവുമുണ്ട്. പക്ഷേ ഇതങ്ങനെയല്ലായിരുന്നു. ഇതവിടെ കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടങ്ങളാണ് ഈ പാറ്റാക്കൂട്ടങ്ങൾ അവിടെ ഉണ്ടാക്കി വെച്ചത്. അതിനുശേഷം എന്തായാലും പ്രശ്നത്തിന് പരിഹാരമായിട്ട് പോലും ഇവർ ഇതിൻ്റെ സ്ഥാപകനായ അഭിജിത് ദീപ്കെ അയാളുടെ ഒരു വിചാരം ഈ രാജ്യത്തിൻ്റെ മുഴുവൻ ചുമതല തൻ്റെ തലയിലാണ് എന്നുള്ളതാണ്. അത്തരത്തിലാണ് അയാളുടെ ഓരോ സംസാരവും പരിഹാസവും ഒക്കെ. ഇപ്പോൾ എന്തായാലും ഇതൊരു രാഷ്ട്രീയ പേരിൽ പാർട്ടി ഉണ്ടെങ്കിലും ഇതൊരു രാഷ്ട്രീയ പാർട്ടിയായി പ്രവർത്തിക്കില്ലെന്നും പകരം ഒരു സമ്മർദ്ദ ശക്തിയായി പ്രവർത്തിക്കുമെന്നുമാണ് ഈ അഭിജിത് ദീപ്കെ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാൻ ഇല്ലെന്നും ഭരണഘടനാ സ്ഥാപനങ്ങളുടെ സുതാര്യതയും ഉത്തരവാദിത്വവും ഉറപ്പാക്കുന്ന സമ്മർദ്ദ ശക്തിയായി കോക്രോച്ച് ജനതാ പാർട്ടി പ്രവർത്തിക്കുമെന്നുമാണ് ഈ അഭിജിത് ദീപ്കെ ഇപ്പോൾ പറയുന്നത്. CJP അതായത് കോക്രോച്ച് ജനതാ പാർട്ടി ഈ പേരിൽ പാർട്ടിയുണ്ട്, പ്രസ്താവനകളിൽ പാർട്ടി എന്ന് വിശേഷിപ്പിക്കാറുമുണ്ട്. പക്ഷേ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കാൻ താല്പര്യമില്ലെന്നാണ് ഇവൻ ഇപ്പോഴും പറയുന്നത്. ജന്തർ മന്ദർ സമരത്തിലും ചില വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളോട് സഹകരിച്ചിരുന്നു ഈ CJP, മറ്റു ചിലതിനോട് അകലം പാലിച്ചിരുന്നു. അഭിജിത് ദീപ്കെ, അശുതോഷ് റാങ്ക, സൗരവ് ദാസ് എന്നിവരാണ് CJPയുടെ മുഖ്യ മുഖങ്ങളായി പൊതുരംഗത്തുള്ളത്. ജന്തർ മന്ദറിലെ പ്രതിഷേധത്തിന് വേദി സജ്ജീകരിക്കാൻ CPI-MLന്റെ വിദ്യാർത്ഥി പ്രസ്ഥാനമായ ഐസയുടെ സഹായമുണ്ടായിരുന്നു. പിന്നീട് ഐസയുടെ നേതാക്കൾ സ്വന്തം നിലയിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. മന്ത്രിസ്ഥാനത്തു നിന്ന് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചപ്പോൾ വിജയം പ്രഖ്യാപിച്ച ദീപ്കെ ഐസയുടെ കാര്യം പരാമർശിച്ചതേയില്ല. ദീപ്കയും അശുതോഷും സൗരവും നേരത്തെ ആം ആദ്മി പാർട്ടിയുടെ ഭാഗമായി പ്രവർത്തിച്ചവരാണ്. അതുകൊണ്ട് തന്നെ CJPയുടെ അണിയറയിലുള്ളത് AAP ആണെന്നുള്ള കാര്യം വ്യക്തമാണ്. ഇന്ത്യ എഗെയിൻസ്റ്റ് കറപ്ഷൻ എന്ന അഴിമതി വിരുദ്ധ കൂട്ടായ്മയിൽ നിന്നാണ് AAP രൂപപ്പെട്ടത്. IAC അതായത് ഇന്ത്യ എഗെയിൻസ്റ്റ് കറപ്ഷൻ രാഷ്ട്രീയ പാർട്ടി ആകണോ വേണ്ടയോ എന്ന് സംബന്ധിച്ച് തർക്കമുണ്ടായിരുന്നു അന്ന്. IACയുടെ ആശയാചാര്യനായി രംഗത്തുണ്ടായിരുന്ന അണ്ണാ ഹസാരെയാണ് രാഷ്ട്രീയ പാർട്ടി എന്ന ആശയത്തെ പ്രധാനമായും അന്ന് എതിർത്തത്. പാർട്ടിയാണെങ്കിൽ പണം വേണമെന്നും അത് കണ്ടെത്താനുള്ള ശ്രമങ്ങൾ അഴിമതിക്ക് വഴിവെക്കുമെന്നുമാണ് അന്ന് അണ്ണാ ഹസാരെ വാദിച്ചത്. എന്നാൽ പ്രക്ഷോഭകർ മാത്രമായി തുടരുന്നതിൽ യാതൊരു കാര്യവുമില്ലെന്നാണ് അന്ന് അരവിന്ദ് കെജ്രിവാൾ വാദിച്ചത്. പിന്നീട് അയാൾ AAP എന്നുള്ളൊരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചു, ആം ആദ്മി പാർട്ടി. തെരഞ്ഞെടുപ്പുകളുടെ ഭാഗമാവുകയും പിന്നീട് ഡൽഹിയിൽ സർക്കാർ രൂപീകരിക്കുകയും മുഖ്യമന്ത്രിയാവുകയും ജയിലിലാവുകയും ഒക്കെ ചെയ്തു. IACക്ക് അണ്ണാ ഹസാരെയാണെങ്കിൽ ഇപ്പോൾ CJPക്ക് സോനം വാങ്ചുക്കുണ്ട്. CJPയിലുള്ളവർക്ക് ഏതെങ്കിലും പാർട്ടിയിൽ ചേരാനോ പുതിയ പാർട്ടി ഉണ്ടാക്കാനോ സ്വാതന്ത്ര്യമുണ്ടായിരിക്കും. ഒപ്പം ശ്രദ്ധിക്കപ്പെടേണ്ട വിഷയങ്ങൾ അവതരിപ്പിക്കാനുള്ള സംശുദ്ധ വേദിയായി CJP നിലകൊള്ളും. അല്ലാതെ CJPയെ മറ്റൊരു പാർട്ടിയായി മാറ്റേണ്ടതില്ല എന്നാണ് സോനം വാങ്ചുക്ക് പറയുന്നത്. വാങ്ചുക്കിന്റെ ഉപദേശം അനുസരിച്ച് CJP മുന്നോട്ട് പോകുമോ അതോ ക്രമേണ കേജ്രിവാളിന്റെ മാതൃക സ്വീകരിക്കുമോ എന്നാണ് വ്യക്തമാകേണ്ടത്. രാജ്യമാകെ സഞ്ചരിച്ച് ചെറുപ്പക്കാരുടെ പ്രശ്നങ്ങൾ കേൾക്കാനാണ് CJP നേതൃത്വം ഇപ്പോൾ ആലോചിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാണ് പുറത്തു വരുന്ന വിവരം. ഇവിടെ AAPക്ക് എന്താണോ പറ്റിയത് അതാണ് CJPക്കും പറ്റാൻ പോകുന്നത് എന്നുള്ളതാണ്. കാരണം അരവിന്ദ് കെജ്രിവാളിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വാക്കുകളിലൊക്കെ മിതത്വം പുലർത്തിയിരുന്നു, മാന്യത പുലർത്തിയിരുന്നു. പക്ഷേ അതുപോലെയല്ല ഈ പാർട്ടി തലവനായ അഭിജിത് ദീപ്കെ. അയാൾ പ്രധാനമന്ത്രിയെ വിടാതെ പരിഹസിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം പ്രധാനമന്ത്രി ഇക്കാര്യങ്ങളിലൊന്നും മറുപടി പറയുന്നില്ലെങ്കിൽ പോലും മറുപടി കേൾക്കാൻ പോലും അഭിജിത് ദീപ്കെ അർഹനല്ല എന്നുള്ളത് മറ്റൊരു കാര്യം. പക്ഷേ കേൾക്കുന്നവർക്ക് പോലും പ്രകോപനമുണ്ടാക്കത്തക്ക രീതിയിലുള്ള പരാമർശങ്ങളാണ് അഭിജിത് ദീപ്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടിയായി പ്രവർത്തിക്കില്ല, പകരം സമ്മർദ്ദ ശക്തിയായി പ്രവർത്തിക്കുന്നു എന്ന് അഭിജിത് ദീപ്കെ പറയുമ്പോൾ അത് പലരുടെയും ചട്ടുകമായി പ്രവർത്തിക്കാനുള്ള ഒരു മുന്നൊരുക്കമാണെന്ന് നമുക്ക് കരുതേണ്ടി വരും. അതായത് രാജ്യവിരുദ്ധ ശക്തികൾ ഫണ്ട് നൽകും,
അത് അവരുടെ ഇഷ്ടാനുസരണം അവരുടെ താല്പര്യപ്രകാരം ഏതൊക്കെ വിഷയങ്ങളിൽ പ്രതികരിക്കണമെന്ന് അവർ തീരുമാനിക്കും. അതിനൊരു ടൂളായി ഈ AAPയെ ഉപയോഗപ്പെടുത്താനുള്ള സാധ്യതയുണ്ട്. അതാണ് ഈ പറയുന്നത്. രാഷ്ട്രീയ പാർട്ടിയായി പ്രവർത്തിച്ചാൽ അതിന് പല മാനദണ്ഡങ്ങളുണ്ട്. ഇതാകുമ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, സമ്മർദ്ദ ശക്തിയായി പ്രവർത്തിക്കും. അപ്പോൾ ഇവിടെ കോടതികളൊന്നും വേണ്ട, സുപ്രീം കോടതി പോലും വേണ്ട, ഇവിടെ നിയമനിർമ്മാണ സഭകളോ മറ്റൊന്നും വേണ്ട. ഇവിടെ എല്ലാം അഭിജിത്ത് ദീപ്കയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്താൽ മതി. ഈ കോക്രോച്ച് പാർട്ടിക്കാർ കാര്യങ്ങളൊക്കെ ചെയ്തുകൊള്ളും എന്നുള്ള തരത്തിലാണ് ഇപ്പോൾ ഇയാളുടെ പോക്ക്. ഈ അഭിജിത്ത് ദീപ്കയുടെ അച്ഛൻ്റെ സാമ്പത്തിക സ്രോതസ്സിനെ കുറിച്ചും ഇയാളുടെ സ്കോളർഷിപ്പിനെ കുറിച്ചും വിദ്യാഭ്യാസ വായ്പയെക്കുറിച്ചും ഒക്കെ വിവരാവകാശ നിയമപ്രകാരം എഴുതി ചോദിച്ചിട്ടുണ്ട്. പക്ഷെ അതൊക്കെ കേട്ടപ്പോൾ അയാളാകെ വിറളി പിടിച്ചിരിക്കുകയാണ്. ജന്തർ മന്ദിറിലെ സമരത്തോടെ ഏകദേശം അണഞ്ഞിരുന്ന ഈ പാറ്റക്കൂട്ടങ്ങൾ, അതായത് അഭിജിത്ത് ദീപ്കെ, അയാളിപ്പോൾ ഈ വിവരാവകാശ നിയമപ്രകാരം പല ചോദ്യങ്ങളും എഴുതി ചോദിച്ചപ്പോഴാണ് അയാൾ കൂടുതൽ പ്രകോപിതനായത് എന്നുള്ളത് കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്തായാലും AAPക്ക് എന്താണോ ഉണ്ടായത് അത് തന്നെ ഈ CJPക്കും ഉണ്ടാകും. കാരണം AAP കുറച്ചു കാലമെങ്കിലും അവർ രാഷ്ട്രീയ പാർട്ടിയായി രൂപീകരിച്ച് അവർ ഡൽഹിയുടെ ഭരണം പിടിച്ച് കുറച്ചു കാലമെങ്കിലും അവർ ഭരിച്ചു എന്നുള്ളത് മറ്റൊരു കാര്യം. എന്നാൽ CJP അങ്ങനെയല്ല. വിദ്യാഭ്യാസ വായ്പ എടുത്തും സ്കോളർഷിപ്പും കൊണ്ട് വിദേശത്ത് പഠിക്കാൻ പോയ ഒരുത്തന് ഇന്ത്യയിലെ പരീക്ഷാ ക്രമക്കേടിനെ കുറിച്ച് വലിയ രീതിയിലുള്ള ആത്മരോഷം ഉണ്ടാവുകയും അവൻ സമൂഹ മാധ്യമത്തിലൂടെ ആൾക്കാരെ കൂട്ടിക്കേർ ഇന്ത്യയിൽ വന്ന് സമരം നടത്തുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ അരിയാഹാരം കഴിക്കുന്ന ആരും വിശ്വസിക്കില്ല. എന്തായാലും CJPയെ സംബന്ധിച്ചിടത്തോളം ഇനി വരാൻ പോകുന്ന നാളുകൾ വളരെ നിർണായകമാണ്. അവരെന്തൊക്കെ സമ്മർദ്ദ ശക്തിയായി പ്രവർത്തിക്കുമെന്ന് പറഞ്ഞാലും അത് ഇതുപോലൊരു ഇന്ത്യ പോലൊരു ജനാധിപത്യ രാജ്യത്ത് നടക്കുന്ന ഒരു കാര്യമല്ല. അവർക്ക് മാന്യമായ രീതിയിൽ, നിയമം അനുശാസിക്കുന്ന രീതിയിൽ, ജനാധിപത്യ വ്യവസ്ഥ അനുശാസിക്കുന്ന രീതിയിൽ അവർക്ക് സമരം ചെയ്യുന്നതിനോ പ്രതിഷേധം ചെയ്യുന്നതിനോ യാതൊരു എതിർപ്പുമില്ല. അവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യവും അവകാശവുമുണ്ട്. പക്ഷേ സമരം എന്ന പേരിലും പ്രതിഷേധം എന്ന പേരിലും ഇത്തരത്തിൽ അക്രമങ്ങൾ കാണിക്കുമ്പോൾ അതിനെ ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇനി വരുന്ന ദിവസങ്ങളിൽ CJPയുടെ ഭാവി എന്താണെന്ന് കണ്ടറിയുക തന്നെ വേണം.